ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് തനി നാടൻ മിക്സർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിൽ 2 കപ്പ് കടലമാവും, 1 കപ്പ് അരിപ്പൊടിയും, ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും, 2 ടീസ്പൂൺ വീതം മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും, ഉപ്പും ഒരു ബൗളിലെടുത്തിട്ട് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് മയം വരുത്തി മാറ്റി വയ്ക്കണേ. പിന്നെ വേറൊരു ബൗളിൽ ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ കടലമാവും അരിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കണം നമ്മുടെ ബൂന്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുക. പിന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നമ്മുടെ മിക്സ്ചറിൻ്റെ ചില്ലിട്ടിട്ട് നമ്മുടെ മാവ് അതിലൊഴിച്ച് നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മാവ് അതിലേക്ക് പീച്ച് ഒഴിക്കണേ. പിന്നെ തീ കുറച്ചിടുക. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മളൊന്ന് മിക്സ്ചർ മറിച്ചിടണേ. വീണ്ടും പതിയെ ഒന്ന് ഇളക്കി 2 സൈഡും ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പം നമുക്ക് നമ്മുടെ മിക്സ്ചർ എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ മുഴുവൻ മാവും നമ്മളിങ്ങനെ വറുത്ത് കോരിയെടുക്കുക. ഇനി ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ചോർപ്പയിലോ അല്ലെങ്കിൽ ചെറിയ തുളയുള്ള സ്പൂണിലോ നമ്മുടെ ബൂന്തിയുടെ മാവിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ല കരികരിപ്പായി കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് നല്ല കരികരിപ്പായി കഴിയുമ്പം കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ ബൂന്തിയും കോരി മാറ്റിയതിന് ശേഷം അതിലേക്കൊരു 100 ഗ്രാം കടലയും 100 ഗ്രാം പൊട്ടുകടലയും ഒരു 2-3 വെളുത്തുള്ളിയും ഒരു പിടി കറിവേപ്പിലയും കൂടെ വറുത്ത് കോരി നമ്മുടെ മിക്സറിൻ്റെയും ബൂന്തിയുടെയും മിക്സിലേക്ക് ഇട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം അതിലേക്ക് ഒരു 50 ഗ്രാം ചിപ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.